In this room sits a remarkable woman. She is Miss Helen Keller. She does not see the room or the book that she is reading. She sees nothing. She does not hear the rustling of the curtains behind her. She hears nothing. തന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം പരിമിതികളോട് എല്ലാം പോരാടി സ്വന്തം ജീവിതത്തിലും തന്നെ പോലെയുള്ള ഒട്ടനവധി പേരുടെ ജീവിതത്തിലും മാറ്റങ്ങൾക്ക് കാരണമായി. സാഹചര്യങ്ങളുടെ പോരാട്ടത്തിൽ ആൻ സുലിവൻ എന്നൊരു അധ്യാപികയുടെ മികവും അവർക്ക് കൂട്ടായി മാറി. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യഭാഗത്തിൽ അമേരിക്കയിൽ ജനിച്ച ഹെലൻ കെല്ലർ എന്ന പെൺകുട്ടി തന്റെ കാഴ്ച കേൾവി പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ഈ ലോകത്തോട് സംവദിച്ച കഥ. നമ്മളിൽ പലരും തന്നെ ഹെലൻ കെല്ലറിനെ പറ്റി സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. 1 ഡസനിലധികം പുസ്തകങ്ങളും 400-ലധികം പ്രബന്ധങ്ങളും 87 വർഷം കൊണ്ട് എഴുതിയിട്ടുണ്ട്. ദ മിറാക്കിൾ വർക്കർ എന്ന സിനിമയിലൂടെ ഹെലൻ കെല്ലറിന്റെ ജീവിത സംഘർഷങ്ങളെ നാം അടുത്തറിഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലെ അലബാമ എന്ന ചെറു നഗരത്തിൽ 1880 ജൂൺ 27-ന് ആദറച്ച് ഹെല്ലറിന്റെയും കെയ്ൻസ് ആദമിന്റെയും മകളായി ഹെലൻ കെല്ലർ ജനിച്ചു. 18 മാസം മാത്രം പ്രായമുള്ള ഹെലൻ കെല്ലർക്ക് മസ്തിഷ്ക ജ്വരം ബാധിക്കുകയും കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെടുകയും ചെയ്തു. ഹെലൻ കെല്ലറിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അവളുടെ മാതാപിതാക്കൾ പ്രശസ്ത ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനെ ചെന്നു കാണുകയും അദ്ദേഹം ബോൺസ്റ്റണിലെ പാർക്കിൻസൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൈക്കിൾ ആംഗോസിനെ കാണാൻ നിർദ്ദേശിച്ചു. മൈക്കിൾ ആംഗോസുമായുള്ള കണ്ടുമുട്ടൽ ഹെലൻ കെല്ലറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറി. മൈക്കിൾ ആംഗോസ് വഴിയായിരുന്നു ഹെലൻ കെല്ലറിന്റെ ജീവിതത്തിലേക്ക് ആൻ സുലിവൻ എന്ന അധ്യാപികയുടെ വരവ്. ഹെലൻ കെല്ലറിനെ വാക്കുകൾ പഠിപ്പിക്കാൻ വ്യത്യസ്തമായ ശ്രമങ്ങളാണ് ആൻ സുലിവൻ നടത്തിയിരുന്നത്. ഓരോ പരീക്ഷണങ്ങളും പരാജയപ്പെടുമ്പോഴും നിരാശയാവാതെ പുതിയ തന്ത്രവുമായി ആ അധ്യാപിക ഹെലൻ കെല്ലറിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നു. ഒരു ഭാഗത്ത് സ്പർശനവും അതിനോടൊപ്പം അതിന്റെ പേരും എഴുതിക്കൊടുത്ത് ആൻ സുലിവൻ പുതിയ പഠന രീതി വികസിപ്പിച്ചെടുത്തു. അതിലൂടെ ബ്രെയിൽ ലിപി വശത്താക്കുകയും പിന്നീട് എല്ലാ മേഖലകളിലുമുള്ള അറിവ് സ്വായത്തമാക്കുകയും ചെയ്തു. സാഹിത്യം, രാഷ്ട്രീയം, അധ്യാപനം സർവ്വ മേഖലകളിലും അവൾ കടന്നു ചെന്നു. ഡിസേബിൾ എന്ന വാക്കിൽ നിന്ന് ഡിഫറൻ്റ്ലി ഏബിൾ എന്ന വാക്കിലേക്ക് ജീവിതം കൊണ്ട് അവൾ അർത്ഥം നൽകി. പരിമിതികളോട് മല്ലടിച്ച് തന്റേതായ ലോകം കെട്ടിപ്പടുത്താൻ ഹെലൻ എന്നും പ്രേരണയാണ്. പരാജയങ്ങളെ മറികടക്കാൻ, തോറ്റു എന്ന് തോന്നുന്നിടത്തു നിന്ന് വീണ്ടും ഉയർത്തു വരാൻ. And the infinite capacity of hope.